ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിക്കുന്ന റൂഹബ്സ അഥവാ നമ്മുടെ റോസ് സിറപ്പ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് നല്ല അടിപൊളി റോസ് സിറപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും നല്ല റേറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഈ റോസ് സിറപ്പ് അഥവാ റൂഹബ്സ നമുക്ക് മേടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നല്ല രണ്ടൊരു ഡ്രിങ്കും കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഡ്രിങ്ക് ഈ ഒരു റോസ് സിറപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതേപോലെ തന്നെ ലൈക്കും കൂടെ കൊടുക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റോസ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വലിയ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് മതി. അതല്ല ഒരു മീഡിയം സൈസ് ബീട്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ബീട്രൂട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതാ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കുകയാണ്. എന്നിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല ഇത് നന്നായിട്ട് തിളച്ച് ഊറ്റിയെടുത്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ ഒരു പഞ്ചസാര ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 ഏലക്ക നന്നായിട്ട് കുത്തി ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ഒന്ന് തല്ലി പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊരു 5-6 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു കളറൊക്കെ നമ്മളെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു റോസ് കളറൊക്കെ നമ്മളെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വലിയ ഹോൾസൊക്കെ ഉള്ള അരിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ആദ്യം ഈ ഒരു ജ്യൂസിൻ്റെ അരിപ്പയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കണം ആ ഒരു അരിപ്പയിലും കൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ എല്ലാ ഒരു ഇതൊക്കെ ഇതിൽ നിന്ന് പോയി കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം മാത്രം നല്ല പ്യുവറായിട്ടുള്ള വെള്ളം മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല പോലെ പിഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ സത്തൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ പാത്രം തന്നെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു റോസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പഞ്ചസാര നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നേരത്തെ ചേർക്കാതെ ഈ ഒരു സമയത്ത് വേണമെങ്കിലും 2 കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് പഞ്ചസാര ചേർത്ത് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ 250 ml 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വെള്ളം ചേർത്ത് കൊടുക്കുന്ന ഭാഗം എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ട്, അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റോസ് സിറപ്പ് വെച്ചിട്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ പിന്നെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സിറപ്പ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 കപ്പ് പഞ്ചസാര നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ടത് നമ്മൾ ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നല്ല കയ്യിലിങ്ങനെ ഒട്ടുന്ന ഒരു പരുവം വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വരും. മെൽറ്റായി വന്ന് നമ്മളെ കയ്യിലിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന രീതിയിലായി കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ കേട്ടോ. അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഈ ഒരു സിറപ്പ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ലിക്വിഡ് പരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഏകദേശം ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടി വരുന്ന ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നാരങ്ങനീര് ചേർത്ത് കൊടുക്കണം, ലെമൺ ജ്യൂസ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നാരങ്ങനീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിറപ്പ് നമുക്ക് നല്ല ക്രിസ്റ്റലായിട്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസം വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കേടൊന്നും ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങനീര് ചേർത്ത് കൊടുത്താൽ പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. റോസ് വാട്ടർ സാധാരണ എല്ലാ കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 2 ടീസ്പൂണാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിനൊരു റോസ് സിറപ്പിൻ്റെ ഒരു സ്മെല്ലും ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. റോസ് വാട്ടർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ നമ്മളിതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ലൂസിലാണ് നമ്മൾ ഈ ഒരു സിറപ്പ് ഉള്ളത്. ഇനി കുറച്ച് സമയം നമ്മൾ വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ തണുത്ത് വരുന്ന സമയത്ത് ഇത് നല്ലൊരു ലിക്വിഡ് പരുവത്തിലായി കിട്ടും കേട്ടോ, നല്ലൊരു ജെല്ല് പരുവത്തിലായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഞാൻ ഒരു മണിക്കൂറോളം അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് പുറത്ത് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജെല്ല് പരുവത്തിൽ നല്ല ലിക്വിഡ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ നമ്മളെ റോസ് സിറപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റോസ് എസെൻസ് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മളെ റെഡ് കളർ ഉണ്ടല്ലോ, ആ റെഡ് കളർ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ബീട്രൂട്ടിൻ്റെ കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആ ബീട്രൂട്ട് അത്യാവശ്യം നല്ല കളറുള്ള ബീട്രൂട്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റോസ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്, റോസ് സിറപ്പ്. നമുക്ക് ഇനി ഏത് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കടയിൽ നിന്ന് റൂഹഫ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് ഒന്നും നല്ല ക്യാഷ് കൊടുത്തിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ 2 ഡ്രിങ്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ 2 ടേബിൾ
ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ 1 ഗ്ലാസ്സിലേക്ക് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ലെമൺ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല തണുത്ത വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ ചിയാ സീഡ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡൊക്കെ പറയും. അത് ഇതിലേക്കൊരു 3 സ്പൂണോളം 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തണുത്ത ഐസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ എക്സ്ട്രാ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇതന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അതിന് മുകളിലായിട്ട് ഞാനിവിടെ കസ്റ്റാർഡ് ഫ്രൂട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കസ്റ്റാർഡ് ഫ്രൂട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഏത് ഫ്രൂട്ട് ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. മുകളിൽ നമ്മുടെ ചിയാ സീഡ് കുതിർത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല നോർമൽ മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള ഡ്രിങ്കും ഞാൻ ഇവിടെ റെഡിയാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ഡ്രിങ്ക് ഏത് ജ്യൂസിൽ വേണമെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല കളറുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ജെല്ല് പരുവത്തിലുള്ള നമ്മുടെ ലിക്വിഡ് പരുവത്തിലുള്ള നമ്മളെ റോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു റോസ് സിറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് ഒന്നും കൊടുത്ത് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു ബീട്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഗ്ലാസ് ബൗളിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്കിത് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഏകദേശം മാസങ്ങളോളം നമുക്കിത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏത് ഡ്രിങ്ക് ഉണ്ടാക്കാനും ലൈം എന്തുണ്ടാക്കാനും നമുക്ക് ഈ ഒരു റോസ് സിറപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ റോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് ടൈറ്റായിട്ട് ഇതിനെ ടൈറ്റായിട്ടൊന്ന് മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ മാസങ്ങളോളം ഇത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങളെല്ലാവരും ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കി. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ